വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ കരുതലോടെ സമീപിക്കാൻ പോലീസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് വലത് മുന്നണികൾ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ. കഴിഞ്ഞ ദിവസം കണ്ണൂർ റേഞ്ച് DIG സർവകക്ഷി യോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട 2 CPM നേതാക്കളെ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സംഭവമായിരുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇത്തവണ ആദ്യം ഇടം പിടിച്ചത്. പിന്നാലെ അത് പാനൂർ ബോംബ് സ്ഫോടനത്തിലേക്കെത്തി. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് DYFI പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് CPMന് കനത്ത ക്ഷീണമായി. ഇതിന്റെ മറപറ്റി സോഷ്യൽ മീഡിയ വഴി ആരംഭിച്ച അധിക്ഷേപങ്ങൾ വർഗീയ പ്രചാരണങ്ങൾക്ക് വഴിമാറി. അത് വടകരയെ അപമാനിക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയെന്നും ആരോപണമുണ്ട്. എന്തുമാത്രം പച്ചയായ വർഗീയ പ്രചാരണമാണ് വടകരയിൽ നടന്നത്. ഏതെങ്കിലും ഒരു മുന്നണി ആ കാര്യത്തിൽ നല്ലതെന്ന് പറയാനില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ വലിയ തോതിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടി വരുന്നത്, മുൻകൂട്ടി കാണുന്നത് തന്നെ ഒരു പുതിയ പ്രതിഭാസം. ഭരിച്ചു മതേതര കക്ഷികൾ എന്ന് പറയുന്നവർ ഈ നിലയിൽ നമ്മുടെ നാടിനെ എത്തിച്ചു. വലിയ വിവാദങ്ങളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കും നീണ്ട കാഫിർ പ്രയോഗത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. അതിനു പിന്നിൽ കോഴിക്കോടെ ഉന്നത CPM നേതാവിന്റെ മകനാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. ഉന്നത CPM നേതാവിന്റെ മകനാണ് ആ വ്യാജ ID ഉണ്ടാക്കി ഇത്ര വർഗീയ വിദ്വേഷത്തെ പോഷിപ്പിക്കുന്നത്. അത് ഞങ്ങൾ പോലീസോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാസം കഴിഞ്ഞില്ലേ? ഒരു മാസം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ്? ഇത്തരം സാഹചര്യത്തിലാണ് പോലീസ് വടകരയിൽ ജാഗ്രതയോടെ ഇടപെടുന്നത്. ഫലപ്രഖ്യാപന ദിവസത്തെ ആഹ്ലാദ പ്രകടനം രാത്രി 7 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം മാത്രമേ വിജയം ആഘോഷിക്കാൻ സാധിക്കൂ. വാഹനജാഥയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.